എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു ചീസ് ബോൾ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചീസ് ബോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത്. ഇതുപോലെ ഒരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷാക്കി എടുത്തതാണ്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, അല്പം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുമിൻ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കയ്യിൽ ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് മൊസറല്ല ചീസാണ് എടുത്തിന്, അതാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ചെറുതായിട്ടൊരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ചീസ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ ഈ ഒരു മിക്സ് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തീരെ കുറഞ്ഞു പോകണ്ട, കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ എടുത്ത ആ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചീസ് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചീസ് പുറത്തേക്ക് നിൽക്കുന്ന പോലെയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ഇപ്പം ഞാൻ എടുത്ത ആ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ചീസ് ഉള്ളിൽ വെച്ച് കൊടുക്കുക. മൊസറല്ല ചീസോ അല്ലെങ്കിൽ ക്യൂബായിട്ടുള്ള ചീസെല്ലാം ഉണ്ടാവും, അതാണെങ്കിൽ അത് ചെറിയ പീസ് നടുക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉരുളകളാക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം. എല്ലാത്തിലേക്കും ചീസെല്ലാം വെച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഉരുളകളാക്കി വെച്ചതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് മൈദയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയിൽ ഇട്ട് കൊടുക്കുക. മുട്ടയിലിട്ടിട്ട് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചീസ് ബോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാനും ഇത് നല്ലതാണ്. പിന്നെ ചീസ് ബോൾസ് എല്ലാം 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചീസെല്ലാം ചേർത്തുണ്ടാക്കുന്ന സാധനങ്ങൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചീസ് ബോൾ ഉണ്ടാക്കി നോക്കുക, ചിക്കൻ ചീസ് ബോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ചീസ് ബോളിൻ്റെ റെസിപ്പിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.